ഇന്ന് ബുധൻ ജൂൺ 17-ാം തീയതി 1190 മിഥുനം 2 മെയിനായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഗൾഫിൽ നാളെ പുണ്യ റംസാൻ വ്രതാരംഭം എന്നുള്ള ന്യൂസാണ്. റിയാദ് ഇസ്ലാമിക സമൂഹത്തിന് ഇനി വ്രതപുണ്യത്തിന്റെ നാളുകൾ. ഷബാൻ 30 പൂർത്തിയാക്കി നാളെ റംസാൻ 1 ആയിരിക്കുമെന്ന് സൗദി അറേബ്യ സുപ്രീം ജുഡീഷ്യറി കൗൺസിൽ അറിയിച്ചു. ഇന്നലെ മാസപ്പിറവി കണത്തിനെ തുടർന്നാണ് തീരുമാനം. ഗൾഫ് മേഖലയിൽ UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലും നാളെയാണ് വ്രതാരംഭം. എന്നാൽ ഒമാനിൽ ഇന്ന് മാസപ്പിറവി കണത്തിനെ അടിസ്ഥാനമാക്കിയാവും വ്രതാരംഭം. കേരളത്തിലും ഇന്ത്യയിലും മറ്റ് ഭാഗങ്ങളിലും മാസപ്പിറവി സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാവുമെന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത്, മന്ത്രിയായാലും പോലീസായാലും പിടിവീഴും, മന്ത്രിമാരെയും പിടിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. തിരുവനന്തപുരം വാഹനങ്ങളുടെ അമിതവേഗം ക്യാമറയിൽ പെട്ടാൽ മന്ത്രിമാരിൽ നിന്നുൾപ്പെടെ പിഴ ഈടാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശുഭയാത്രാ പദ്ധതി വിലയിരുത്താനായി ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഗതാഗത നിയമം കാര്യക്ഷമമായി നടപ്പാക്കാൻ എല്ലാ പ്രധാന തീരത്തിലും ക്യാമറ സ്ഥാപിക്കും. ഗതാഗത നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. കൂടെ തന്നെ പോലീസിനെ പിടിക്കുമെന്ന് DGP. പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനം കാണുമ്പോൾ ട്രാഫിക് സിഗ്നലുകൾ ഓഫാക്കരുതെന്ന് DGP TP സെൻകുമാർ. ഗതാഗത നിയമം പാലിക്കുന്നതിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാതൃകയാകണം. നോ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്യുക, ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുക, ചുവന്ന സിഗ്നൽ ഉള്ളപ്പോൾ ജംഗ്ഷൻ ക്രോസ് ചെയ്യുക, ഇതൊന്നും പാടില്ല. അതുപോലെ ആരും പിടിക്കാതെ എയർ ഹോൺ എന്നുണ്ട്. ഗതാഗത നിയമം ലംഘിച്ചാൽ മന്ത്രിമാരെ പിടിക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥരെ പിടിക്കുമെന്നും DGPയും പ്രസ്താവിച്ചെങ്കിലും ഇവരുടെ വാഹനങ്ങളിലെ എയർ ഹോൺ പോലുള്ളവ പിടികൂടാൻ ആരുമില്ല. എയർ ഹോൺ നിരോധിക്കപ്പെട്ടതാണെങ്കിലും മിക്കവാറും എല്ലാ മന്ത്രിമാരുടെയും 90% പോലീസ് ഉദ്യോഗസ്ഥരുടെയും വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എഞ്ചിനീയറിംഗ് പ്രവേശനം അർജുന് 1ാം റാങ്ക്. കേരളത്തിൽ ആകെ 59,220 എഞ്ചിനീയർ സീറ്റ്. റാങ്ക് പട്ടികയിൽ ഇടം കണ്ടത് 55,180 പേർ മാത്രം. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള റാങ്ക് പട്ടികയിൽ തിരുവനന്തപുരം ജവഹർ നഗർ കവടിയാർ മാനറിൽ B അർജുന് 1ാം സ്ഥാനം. CBSE +2 പരീക്ഷയിൽ 2ാം റാങ്ക് അർജുനായിരുന്നു. എഞ്ചിനീയറിംഗ് ആദ്യ 10 റാങ്കും ആൺകുട്ടികൾക്കാണ്. 1,11,109 പേർ പ്രവേശന പരീക്ഷ എഴുതിയതിൽ 75,258 വിദ്യാർത്ഥികൾ 10 മാർക്കെങ്കിലും നേടി യോഗ്യരായി. ഇതിൽ സമീകരണത്തിനായി +2 മാർക്ക് സമർപ്പിക്കാത്ത 20,078 പേരെ ഒഴിവാക്കിയ ശേഷം 55,180 പേരാണ് റാങ്ക് പട്ടികയിൽ സ്ഥാനം നേടിയത് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കേരളത്തിൽ 2 ലക്ഷം ഹെക്ടറിൽ പുതുതായി റബ്ബർ കൃഷി. റബ്ബർ സബ്സിഡി കേരളത്തിന് തുക കുറയില്ല എന്നൊരു ന്യൂസാണ്. കേന്ദ്ര സർക്കാരിന്റെ റബ്ബർ സബ്സിഡി പദ്ധതിയിൽ നിന്നും കേരളത്തെ ഒഴിവാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. പരമ്പരാഗത മേഖല, പാരമ്പര്യേതര മേഖല, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിങ്ങനെ 2 വിഭാഗമായി കണക്കാക്കിയാണ് സബ്സിഡി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പരമ്പരേതര മേഖലയിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചുവെന്നും മാത്രമേയുള്ളൂ കേന്ദ്ര വാണിജ്യ സഹമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. മറിച്ചുള്ള പ്രചരണം തെറ്റാണ്. 120 കോടി കിട്ടാൻ ബാക്കി. 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്താനായി റബ്ബർ ബോർഡ് സമർപ്പിച്ചത് 1,600 കോടി രൂപയുടെ പദ്ധതികളാണെങ്കിലും കേന്ദ്രം അനുമതി നൽകിയത് 960 കോടിയുടെ പദ്ധതികൾക്ക് മാത്രമാണ് എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് പോയിരിക്കുന്നത്. അതുപോലെ ലളിത് മോദി വിവാദം. സുഷമയ്ക്ക് പിന്നാലെ വസുന്ധരയും കുരുക്കിൽ എന്ന് പറഞ്ഞൊരു ന്യൂസാണുള്ളത്. കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന് പിന്നാലെ ലളിത് മോദി വിവാദത്തിൽ കുരുങ്ങി രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജയും. 2011 ബ്രിട്ടനിലേക്ക് കുടിയേറാനുള്ള ലളിത് മോദിയുടെ അപേക്ഷയിൽ സാക്ഷിയായത് വസുന്ധര രാജയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ മോദിയുടെ സഹായികൾ പരസ്യമാക്കി. തന്റെ ഇടപെടൽ അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്ന വ്യവസ്ഥയായിരുന്നു അന്ന് രാജസ്ഥാൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വസുന്ധരയുടെ പിന്തുണ എന്നും പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വിമാനത്താവള സുരക്ഷ പ്രത്യേക സേനയ്ക്ക് നീക്കം. ന്യൂഡൽഹി കോഴിക്കോട് വിമാനത്താവളത്തിൽ CISFമാരും എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഫയർഫോഴ്സ് ജീവനക്കാരും ഏറ്റുമുട്ടുകയും ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവത്തെ തുടർന്ന് വ്യോമയാന മന്ത്രാലയം രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ സുരക്ഷയ്ക്കായി ഏവിയേഷൻ സെക്യൂരിറ്റി ഫോഴ്സ് രൂപവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചന തുടങ്ങി. 2 വർഷം മുൻപ് പരിഗണിക്കുകയും വ്യോമയാന മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയവും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഉപേക്ഷിക്കുകയും ചെയ്ത പദ്ധതിയാണിത്. വിമാനത്താവളങ്ങളുടെ സുരക്ഷയ്ക്ക് പൂർണ്ണമായും CISFനെ ആശ്രയിക്കേണ്ടി വരുമെന്നതിനെക്കുറിച്ച് വ്യോമയാന മന്ത്രാലയത്തിൽ അതൃപ്തിയും പരാതിയുമുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അല്ലാതെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത്. പിന്നെയുള്ള ന്യൂസ് ഇപ്പം നമ്മൾ വ്രതാരംഭത്തിനെ കുറിച്ചുള്ളത് പറഞ്ഞു. അതുപോലെ മറ്റൊരു ന്യൂസ്, ഗണേഷിനെതിരായ പ്രോസിക്യൂഷൻ നടപടിക്ക് സർക്കാർ അനുമതി എന്നൊരു ന്യൂസാണ്.
KB ഗണേഷ് കുമാർ MLA-ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാൻ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ പേഴ്സണൽ സ്റ്റാഫിന് സർക്കാർ അനുമതി നൽകി എന്നും പറഞ്ഞിട്ടാണ് അതിന്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ CK കുഞ്ഞമ്മദ് നിര്യാതനായി എന്നൊരു ന്യൂസ് ഉണ്ട്. കുറ്റ്യാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റും 4 പതിറ്റാണ്ടുകാലം വടകര താലൂക്കിലെ മതരാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നിറസാന്നിധ്യവുമായിരുന്ന കാക്കുനിയിലെ CK കുഞ്ഞമ്മദ് നിര്യാതനായി എന്നും പറഞ്ഞിട്ടാണ് അതിന്റെ ന്യൂസും കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ന്യൂസ്. ഇനി നമ്മളുടെ ഗൾഫ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ഷാർജയിൽ ചരക്ക് ലോഞ്ചിന് തീപിടിച്ചു, കയറ്റുമതി സാധനങ്ങൾ ചാമ്പലായി എന്നൊരു ന്യൂസ് ഉണ്ട്. ഷാർജയിൽ ചരക്ക് ലോഞ്ചിന് തീപിടിച്ചു, വൻതുകയുടെ കയറ്റുമതി സാധനങ്ങളും ലോഞ്ചും കത്തിച്ചാമ്പലായി. അപകട സൂചന പ്രകടമായി ഉടൻ തൊഴിലാളികളും മറ്റും ദൂരേക്ക് ഓടി മാറിയതിനാൽ വൻ ദുരിതം ഒഴിവാക്കി. ഇന്നലെ രാവിലെ 7 മണിയോടെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ റോളയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ കവർച്ച എന്നൊരു ന്യൂസ് ഉണ്ട്. റോളയിൽ മലയാളികളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ കവർച്ച. ഷട്ടറിന്റെ പൊട്ട് പൊളിച്ച് അകത്തു കടന്ന മോഷണ സംഘം 1.5 ലക്ഷം ദിർഹമത്തിലധികം വില വരുന്ന മൊബൈൽ ഫോൺ ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുപോയി. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. കാസർഗോഡ് ബന്തെടുക്ക സ്വദേശി റസാഖിന്റെ ഉടമസ്ഥതയിലുള്ള അൽദാബിദ് മൊബൈൽ ഷോപ്പിലാണ് കവർച്ചക്കിരയായത് എന്നും പറഞ്ഞിട്ടും കൊടുത്തിരിക്കുന്നു. അതുപോലെ മറ്റൊരു ന്യൂസ്, സാമ്പത്തിക കാര്യ വിഭാഗം 57,000 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി 1529 ലംഘനങ്ങൾ കണ്ടെത്തി. അബുദാബി സാമ്പത്തിക കാര്യ വിഭാഗം 57,000 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും 1529 നിയമ ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തതായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. ഈ വർഷം ആദ്യത്തെ 5 മാസത്തെ കാലയളവിലാണ് ഉദ്യോഗസ്ഥർ ഇത്രയും പരിശോധന നടത്തുകയും നിയമലംഘനം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. അബുദാബി, അലൈൻ, പടിഞ്ഞാറൻ പ്രവിശ്യ എന്നിവിടങ്ങളിലാണ് ഈ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ പരിശോധന നടത്തിയത്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക, വ്യാജ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് അധികൃതർ വ്യാപകമായി പരിശോധന നടത്തുന്നത് എന്നും പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത്, ഭക്ഷണം തയ്യാറാക്കലും വിൽപ്പനയും കൽബ മുനിസിപ്പാലിറ്റി നിർദ്ദേശങ്ങൾ നൽകി എന്നൊരു ന്യൂസാണ് കൊടുത്തിട്ടുള്ളത്. കൽബ റംദാൻ മാസത്തിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും കൽബ മുനിസിപ്പാലിറ്റി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഷോപ്പുകൾക്ക് മുന്നിൽ റംദാൻ വിഭവങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുയോജ്യമായ ഗയമകളിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. വിഭവങ്ങൾ പൊടിപടലങ്ങളിൽ നിന്നും പ്രാണികളിൽ നിന്നും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്ന വൃത്തിയും ഭദ്രവുമായ പാത്രങ്ങളിൽ കവറുകൾ കൊണ്ട് മൂടി വെക്കണം. അതുപോലെ തന്നെ വിൽപ്പനയ്ക്ക് മുമ്പും ശേഷവും സ്ഥലം വൃത്തിയാക്കണം. പകൽ ദീർഘിച്ചതുകൊണ്ട് ചൂട് കൂടിയതും കൊണ്ടും വിഭവങ്ങൾ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുള്ളതിനാൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം മാത്രമേ പുറത്ത് പ്രദർശനവും വിൽപ്പനയും അനുവദിക്കുകയുള്ളൂ. പുറത്തുവെച്ച പാചകം ചെയ്യുന്നതുകൊണ്ട് അന്തരീക്ഷ മലിനീകരണത്തിന് സാധ്യതയുള്ളതിനാൽ കടകൾക്ക് മുന്നിൽ വെച്ച് പലഹാരങ്ങൾ പൊരിക്കുന്നതും വിഭവങ്ങൾ പാകം ചെയ്യുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഹോട്ടലുകൾക്കും കഫ്റ്റീരിയകൾക്കും ദൂരസ്ഥലങ്ങളിൽ നിന്നും പാകം ചെയ്ത് ഭക്ഷണം കൊണ്ടുവരുന്നതും വിലക്കിയിട്ടുണ്ട്. കൽബ മുനിസിപ്പാലിറ്റി ചെയർമാനിൽ നിന്ന് കച്ചവടത്തിന് പ്രത്യേക അനുമതി ലഭിച്ചവർക്ക് മാത്രമേ റംദാൻ വിഭവങ്ങൾക്ക് വിൽക്കാൻ അധികാരമുള്ളൂ. ഭക്ഷ്യവിഷബാധ തടയുന്നതിന് ആരോഗ്യ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും പച്ചക്കറി മാർക്കറ്റിലെയും റംദാൻ കമ്പോളങ്ങളിലും അനധികൃത കച്ചവടം കണ്ടെത്തുന്നതിനാൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു ന്യൂസ് ഉള്ളത്, ആരോപണങ്ങളുമായി വരുന്നത് KCAയിൽ നിന്നും പുറത്തായവർ എന്നും പറഞ്ഞൊരു ന്യൂസാണുള്ളത്. ക്രമക്കേടുകൾ കാരണം KCA പുറത്താക്കിയവരാണ് സംഘടനകൾക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നതെന്ന് KCA ജോയിന്റ് സെക്രട്ടറി JS ജോർജ്. എന്നാൽ ഇക്കാര്യത്തിൽ യാഥാർത്ഥ്യങ്ങൾക്ക് മാധ്യമങ്ങളുടെ പുറം ലോകം അറിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നൊരു ന്യൂസും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ന്യൂസ്, സമയം തെറ്റിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്. എല്ലാം അതിൻ്റെ സമയത്തിന് നടക്കുമെന്നതിന് പൊതുവെ പറയാറുള്ളതാണ്. എന്നാൽ സമയം തെറ്റിക്കുന്ന ഒരു സമയം ഇതാ വരാൻ പോകുന്നു. മണിക്കൂറിന് 60 മിനിറ്റാണ്, മിനിറ്റിന് 60 സെക്കൻഡും. എന്നാൽ ജൂൺ 30 മിനിറ്റിന് 61 സെക്കൻഡുള്ള സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അന്ന് ഗ്രീൻസ് മീൻ ടൈം 2359 എത്തുമ്പോഴാണ് ലോകം 1 സെക്കൻഡ് അധികം ആസ്വദിക്കുന്നത്. സൂര്യന്റെ ചന്ദ്രന്റെയും ആകർഷണം മൂലം ഭൂമിയുടെ ചലനത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇതിന് കാരണമെന്നാണ് കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. സമയം തെറ്റിക്കുന്ന സമയം എന്നും പറഞ്ഞിട്ട്. അതുപോലെ മറ്റൊരു ന്യൂസ്, ടാങ്കിന് അബുദാബിയിൽ നിരോധനമില്ല എന്നൊരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊഴിലാളികളുടെ വാസസ്ഥലത്ത് പാചകം, റെസ്റ്റോറൻറ്റ് അടച്ചുപൂട്ടി എന്നും മറ്റൊരു ന്യൂസും കൊടുത്തിട്ടുണ്ട്. വിൽപ്പന നടത്താനുള്ള ഭക്ഷ്യവസ്തുക്കൾ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് പാകം ചെയ്തതിന് റെസ്റ്റോറൻറ്റ് അധികൃതർ അടച്ചുപൂട്ടി എന്നും പറഞ്ഞിട്ടാണ് ആ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റു ന്യൂസുകളിലേക്ക് പോവുകയാണെങ്കിൽ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് എല്ലാ പത്രങ്ങളിലും കൊടുത്തിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച വ്യവസായികൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്.
ദുബായ് ലോകത്തിലെ ഏറ്റവും മികച്ച വ്യവസായികൾ ഇന്ത്യക്കാരാണെന്ന് ഹംറിയ ഫ്രീ സോൺ ഡയറക്ടർ സൗദ് സലീം അൽ ബസ്രോയി ICAI ദുബായ് ചാപ്റ്റർ വാർഷിക കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞിട്ടാണ് ആ ന്യൂസും അവിടുത്തെ അതിലെ ന്യൂസും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ദുബായ് വേനൽ വിസ്മയങ്ങൾ GCC പ്രചരണം പൂർത്തിയായി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്. റംസാൻ ഇൻ ദുബായ് ഉൾപ്പെടെ വേനൽക്കാലത്ത് ദുബായിൽ നടക്കുന്ന വാണിജ്യ ഉത്സവങ്ങൾക്ക് GCC രാജ്യങ്ങളിൽ പ്രചരണം പൂർത്തിയായതായി ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഡയറക്ടർ സയ്യിദ് മുഹമ്മദ് മിസാം അൽ ഫലാസി അറിയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് ഉള്ളത്. അതുപോലെ മറ്റൊരു ന്യൂസ്, ഉപേക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ ഷെയ്ഖ് സൗദ് ഭൂമി നൽകി എന്ന് പറഞ്ഞൊരു ന്യൂസാണ്. ഉപേക്ഷിക്കപ്പെടുന്ന വളർത്തുമൃഗങ്ങൾക്ക് അഭയം നൽകാനായി ഉമുൽ ഖുവൈൻ ഭരണാധികാരി ഷെയ്ഖ് സയ്യിദ് ബിൻ റാഷിദ് അൽ മുഅല്ല ഭൂമി നൽകി. ഉപേക്ഷിക്കപ്പെടുന്ന പൂച്ച, നായ, ആട്, കഴുത തുടങ്ങിയവരെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇതിനായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ലൂസി മിഷേൽ സ്ഥാപിച്ച ഉമുൽ ഖുവൈനിലെ മൃഗസംരക്ഷണ പദ്ധതിക്ക് ഭൂമി നൽകിയിരിക്കുന്നത്. UK സ്വദേശിയായ മിഷേലും സുഹൃത്തായ ജർമ്മൻ സ്വദേശി ബാർബറ കാസ്റ്റുമാണ് ഉപേക്ഷിക്കപ്പെടുന്ന മൃഗങ്ങളെ സംരക്ഷിക്കാൻ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ആ ന്യൂസും കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ്, DMCC ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാണിജ്യ ഗോപുരം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. ബുർജ് 2020 എന്ന പേരിൽ ദുബായ് മൾട്ടി കമോഡിറ്റി സെന്റർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാണിജ്യ ഗോപുരം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നും പറഞ്ഞിട്ടാണ് ആ ന്യൂസും കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റു ന്യൂസുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഒരുക്കങ്ങൾ പൂർത്തിയായി ദുബായ് മർക്സിൽ ഇഫ്താർ കൂടാരം ഒരുങ്ങി എന്നൊരു ന്യൂസാണ്. ദുബായ് മർക്സിൽ ഇഫ്താർ സംഗമങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിപുലമായ രീതിയിലുള്ള ഇഫ്താർ സൗകര്യങ്ങളാണ് ഈ വർഷം അധികൃതർ ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി 400 പേരെ ഉൾക്കൊള്ളാവുന്ന പ്രത്യേക ഇഫ്താർ കൂടാരം മർക്കസിൽ ഒരുങ്ങിക്കഴിഞ്ഞു. വിശുദ്ധ മാസം മുഴുവൻ എല്ലാ ദിവസവും വൈകുന്നേരം 5 മുതൽ കൂടാരം സജീവമാകും എന്നും പറഞ്ഞിട്ടാണ് അതിന്റെ ന്യൂസും കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ്, റിസപ്ഷനിസ്റ്റിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കൊള്ളയ്ക്ക് ശ്രമിച്ച സിറിയക്കാരൻ അറസ്റ്റിൽ എന്നൊരു ന്യൂസൊക്കെയാണ്. അതുപോലെ പിന്നെ വേറൊരു ന്യൂസ്, വാട്സപ്പിൽ അപകീർത്തിപ്പെടുത്തുന്നവർക്ക് 2.5 ലക്ഷം പിഴ. വാട്സാപ്പിലുള്ള നിന്ദാപരമായ രീതിയിലുള്ള പരാമർശങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവർക്ക് 2.5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വിദേശികളാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ പിഴയ്ക്കൊപ്പം നാട് കടത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട UAE വാർത്തകളും നമ്മുടെ ഗൾഫ് വാർത്തകളും അതുപോലെ തന്നെ നാട്ടിലെ വാർത്തകളൊക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പം നമുക്ക് നാളെ ഇതുപോലെ വീണ്ടും ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ ഹലോ ഗുഡ് മോർണിംഗിൽ കാണാം. നന്ദി, നമസ്കാരം.